ഗവൺമെന്റ് UP സ്കൂൾ അമരാവതിയിലെ കൊച്ചു കുട്ടികൾക്കായി ഒരു കഥ പറയാം. കഥയുടെ പേര് ചങ്ങാതിമാരായ എലികൾ. പണ്ട് പണ്ട് സുഹൃത്തുക്കളായ 2 എലികൾ ജീവിച്ചിരുന്നു. ഒരാൾ ഗ്രാമത്തിലും മറ്റൊരാൾ നഗരത്തിലുമാണ് താമസിച്ചിരുന്നത്. അവർ ജീവിച്ചിരുന്നത് 2 എങ്കിലും 2 പേരും നല്ല കൂട്ടുകാരായിരുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ അവർ പരസ്പരം കാണുകയും ഗ്രാമത്തിലെയും നഗരത്തിലെയും വിശേഷങ്ങൾ പറയുകയും ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഗ്രാമത്തിലെ എലി തന്റെ കൂട്ടുകാരനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. നഗരത്തിലെ എലി സന്തോഷപൂർവ്വം തന്നെ തന്റെ കൂട്ടുകാരന്റെ ക്ഷണം സ്വീകരിച്ചു. ഏതാനും ദിവസം തന്റെ കൂട്ടുകാരനോടൊപ്പം താമസിക്കാനായി അവൻ ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. ഗ്രാമത്തിലെ എലി ഒരു മരത്തിന്റെ പൊത്തിലായിരുന്നു താമസിച്ചിരുന്നത്. അവൻ സന്തോഷത്തോടെ തന്റെ കൂട്ടുകാരനെ ഗ്രാമം മുഴുവൻ കാണിച്ചു കൊടുത്തു. വയലുകളും പുഴകളും എല്ലാം കണ്ടു. അവർ രാത്രിയായപ്പോ വീട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ ഗ്രാമത്തിലെ എലി തന്റെ കൂട്ടുകാരന് കഴിക്കാനായിട്ട് എന്താണ് കൊടുത്തതെന്നറിയോ? നല്ല ധാന്യമണികളും കിഴങ്ങുകളുമാണ് നൽകിയത്. എന്നാൽ നഗരത്തിലെ എലിക്ക് ഗ്രാമത്തിലെ കാഴ്ചകളോ ഭക്ഷണമോ ഒന്നും തന്നെ ഇഷ്ടപ്പെട്ടില്ല. അവൻ തന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ഗ്രാമത്തിൽ കാണാനായിട്ട് എന്താണുള്ളത്? കുറെ വയലുകളും പുഴകളും ഈ പച്ചപ്പും അല്ലാതെ. അത് മാത്രമല്ല, എത്രയോ രുചികരമായ ആഹാരങ്ങൾ വേറെയുണ്ട്. നീ എങ്ങനെയാ എപ്പോഴും ഈ ധാന്യമണികളും കിഴങ്ങുകളും കഴിച്ച് കഴിയുന്നേ? കൂട്ടുകാരാ, ഇത് ഗ്രാമമാണ്. ഇവിടെ ഇതൊക്കെയാണ് ഉള്ളത്. എനിക്കാണെങ്കിൽ ഇതെല്ലാം ശീലവുമായി. നീ എന്താ അവിടെ കഴിക്കുന്നത്? അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാ? എനിക്ക് അതൊക്കെ ഒന്ന് പറഞ്ഞു താടാ. ഇത് കേട്ടതും നഗരത്തിലെ എലി പറഞ്ഞു, ഞാൻ നഗരത്തെ കുറിച്ച് പറയുന്നതിനേക്കാൾ നല്ലത് അത് നിനക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരുമിച്ച് എന്റെ വീട്ടിലേക്ക് പോവാം. ഗ്രാമത്തിലെ എലി തന്റെ സുഹൃത്തിന്റെ ക്ഷണം സ്വീകരിച്ചു. അടുത്ത ദിവസം തന്നെ 2 പേരും കൂടി നഗരത്തിലേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ നിറയെ വാഹനങ്ങളും ആൾക്കാരും എല്ലാം കൂടി നല്ല തിരക്കായിരുന്നു. ഗ്രാമത്തിലെ എലിക്ക് അവിടം ശ്വാസം മുട്ടി. നഗരത്തിലെ എലി താമസിച്ചിരുന്നത് ഒരു വീടിന്റെ തട്ടുംപുറത്തായിരുന്നു. അവർ ഒരുപാട് ദൂരം യാത്ര ചെയ്താണ് അവിടെ എത്തിച്ചേർന്നത്. അപ്പോഴേക്കും രാത്രി ആയപ്പോൾ നഗരത്തിലെ വിളക്കുകളെല്ലാം തെളിഞ്ഞു. നഗരം കൂടുതൽ മനോഹരമായി. നഗരത്തിലെ ഈ കാഴ്ച ഗ്രാമത്തിലെ എലിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവൻ സുഹൃത്തിനോട് പറഞ്ഞു, ഇവിടെ എത്തി തിരക്ക് കണ്ടപ്പോൾ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ ഇപ്പോൾ ഈ വെളിച്ചത്തിൽ നഗരം വളരെ സുന്ദരമായി തോന്നുന്നു. അപ്പോഴേക്കും അവർക്ക് ആഹാരം കഴിക്കേണ്ട സമയമായി. അവർ നേരെ ഭക്ഷണം കഴിക്കാനായി പോയി. ഗ്രാമത്തിലെ എലി തന്റെ കൂട്ടുകാരന് കഴിക്കാനായിട്ട് എന്തൊക്കെയാണ് കരുതി വെച്ചിരുന്നതെന്ന് അറിയോ? ബ്രെഡ്, ചീസ്, ഇതെല്ലാമായിരുന്നു. ഇത് കൊടുത്തപ്പോൾ ഗ്രാമത്തിലെ എലിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവൻ തന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, എടാ, ഒരു മയവുമില്ലാത്ത ഈ ബ്രെഡ് നീ എങ്ങനെയാടാ കഴിക്കുന്നേ? അത് മാത്രമോ, ഈ ചീസിന്റെ രുചിയും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് തട്ടുമ്പുറത്തൊരു ഒച്ച കേട്ടു. അപ്പോൾ നഗരത്തിലെ എലി പറഞ്ഞു, കൂട്ടുകാരാ, ഓടിക്കോ, അത് കണ്ടംപൂച്ചയാ. അവൻ എവിടേക്ക് വരുന്നതിന് മുമ്പ് എത്രയും വേഗം എവിടെയെങ്കിലും നീ പോയി ഒളിച്ചോ. ഇത് പറഞ്ഞതും നഗരത്തിലെ എലി ഓടിപ്പോയി. അവൻ നമ്മുടെ ഗ്രാമത്തിലെ എലി. അവന് ആ സ്ഥലം വല്ല പരിചയം ഉണ്ടോ? അവൻ അവിടെ ഒളിക്കാനായിട്ട് ഒരു സ്ഥലം കണ്ടെത്താൻ നന്നായി പ്രയാസപ്പെട്ടു. ഒടുവിൽ പൂച്ച പോയി കഴിഞ്ഞപ്പോൾ 2 കൂട്ടുകാരും തട്ടുംപുറത്തെത്തി. അപ്പോൾ ഗ്രാമത്തിലെ എലി പറഞ്ഞു, എന്റെ കൂട്ടുകാരാ, ജീവൻ തിരിച്ചു കിട്ടിയതെന്റെ ഭാഗ്യം. നീ എങ്ങനെയാടാ ഇവിടെ കഴിയണേ? എല്ലായിടത്തും തിരക്കും, എപ്പോഴും വാഹനങ്ങളുടെ ശബ്ദവും. ഒന്ന് ശ്വസിക്കാൻ ശുദ്ധവായു പോലും ഇവിടെയില്ല. അതെല്ലാം പോട്ടെ, ഒന്ന് സമാധാനത്തോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റില്ല. എനിക്ക് എന്റെ ഗ്രാമം തന്നെ എനിക്കിഷ്ടം. എനിക്ക് ഒരിക്കലും ഇവിടെ കഴിയാൻ പറ്റില്ല. അപ്പോൾ നഗരത്തിലെ എലി പറഞ്ഞു, കൂട്ടുകാരാ, ഞാൻ ജനിച്ചു വളർന്നത് ഇവിടെയല്ലേ.
എനിക്ക് ഇവിടം സ്വർഗമാ. എനിക്കൊരിക്കലും നിന്നെ പോലെ ഗ്രാമത്തിൽ കഴിയാനും കഴിയില്ല. ഇവിടുത്തെ ആഹാരവും സൗകര്യവും ഒന്നും തന്നെ ഞാൻ ഗ്രാമത്തിലും കണ്ടില്ല. അതുകൊണ്ട് എനിക്ക് ഗ്രാമം അസൗകര്യങ്ങളുടേത് ആയിരിക്കും. അപ്പോൾ ഗ്രാമത്തിലെ എലി പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാ, പക്ഷേ നമ്മൾ രണ്ടുപേരും രണ്ട് ജീവിത സാഹചര്യങ്ങളിൽ വളർന്നവരാണ്. നീ നഗരത്തിലും ഞാൻ ഗ്രാമത്തിലും. അതുകൊണ്ട് തന്നെ നിനക്ക് ഗ്രാമത്തിലും എനിക്ക് നഗരത്തിലും ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഞാൻ ഇപ്പൊ മടങ്ങി എന്റെ ഗ്രാമത്തിൽ പോവാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ എവിടെ ആയിരുന്നാലും നമ്മുടെ ഈ സൗഹൃദം എന്നും ഇങ്ങനെ തന്നെ ഉണ്ടാകും. ഇത് പറഞ്ഞ് ഗ്രാമത്തിലെ എലി നഗരത്തിൽ നിന്ന് ഗ്രാമത്തിലേക്ക് മടങ്ങി. പിന്നെയും ഒരുപാട് കാലം ആ എലികൾ പഴയതുപോലെ തന്നെ തങ്ങളുടെ കൂട്ടുകെട്ട് തുടർന്നുകൊണ്ടേയിരുന്നു. കുട്ടികൾക്ക് ഈ കഥ ഇഷ്ടമായോ? ഈ കഥയിൽ നിന്ന് നമ്മൾ എന്ത് ഗുണപാഠാ പഠിച്ചത്? അതായത് നമ്മുടെ കൂട്ടുകെട്ട് എപ്പോഴും നമ്മുടെ കൂടെ മുറുകെ പിടിച്ചിരിക്കണം. ഒരു കാരണവശാലും നമ്മൾ നമ്മുടെ കൂട്ടുകാരെ കൈവിട്ട് കളയരുത് കേട്ടോ. ചേർത്ത് പിടിക്കാം നമ്മുടെ കൂട്ടുകാരെ നമുക്ക്. ഓക്കെ, താങ്ക് യു.